വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ദേ നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് അല്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷനിൽ ഒരു കുമരകത്തോട്ട് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ വീഡിയോ കണ്ടാണെന്ന് വിചാരിക്കുന്നു. കുമരകം നമ്മൾ എത്തിയില്ല. പക്ഷെ എന്തായാലും ഇന്ന് രാവിലെ ഞങ്ങള് എങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്? ആ ഇന്നലെ ഇതുപോലെയായിരുന്നു കേട്ടോ. ഇതിപ്പോ കറക്റ്റ് കുമരകത്തോട്ട് തന്നെയാണ് കേട്ടോ. ആ ഒരു റൂട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങി. അപ്പോൾ ഒന്ന് കുമരകം അവിടെയൊക്കെ പോയെന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ പോകുന്നത് എന്റെ കൂടെ കുവൈറ്റില് എന്റെ ഫ്ലാറ്റ്മേറ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു ഫ്രണ്ടിന്റെ ഫാമിലിയുടെ അടുത്തേക്കാണ് കേട്ടോ. സോ അവരുടെ വീട് ഏത് സ്ഥലത്താണ്? പെരുമ്പാവൂരല്ലല്ലോ. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു വിട്ടാ. പെരുമ്പാവൂരല്ലല്ലോ, പെരുമ്പാവൂർ ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീടല്ലേ? ആ സ്ഥലത്തിന്റെ പേര് മറന്നു കേട്ടോ. വൈക്കം കഴിഞ്ഞ് പോകുന്ന റൂട്ടാണ്. അപ്പൊ ഞങ്ങള് വൈകിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ അതുവരെ നമ്മൾ എന്തായാലും എനിക്ക് വായിക്കാൻ ഒതുങ്ങുന്നില്ല. കുമരകം നേരെ സ്ട്രെയിറ്റ് ബോർഡ് കണ്ടു കുമരകം. സോ അങ്ങോട്ടേക്ക് പോയെന്ന് കറങ്ങാന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് റൂമൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോവാം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് 40-45 കിലോമീറ്ററോളം അധികം നമ്മൾ യാത്ര ചെയ്യണം. അപ്പൊ അത് ഒഴിവാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവര് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പൊ അവര് തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അത് വേണ്ട, വൈകിട്ട് അങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഇവിടേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം വൈകിട്ട് നിങ്ങൾ ഇങ്ങ് പോരെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതനുസരിച്ച് ദേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല, പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പൊ ബാക്കി നിങ്ങൾക്ക് വഴിയെ കാണാല്ലേ, കാണാമേ. അത്യാവശ്യം നല്ല കാഴ്ചകളാണ് കേട്ടോ. നല്ല വയല്, രണ്ട് സൈഡും വയല്, സെന്ററിൽ റോഡ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നല്ലൊരു വലിയ പാലമൊക്കെ നമ്മൾ കടന്നായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. ഇപ്പം നമ്മൾ ഇതേ കുമരകം റൂട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി നാളെ എവിടെയാണ് കേട്ടാ? നാളെ നമ്മള് ഇന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ യാത്രയിൽ എങ്ങടൊക്കെയാണ് കറക്റ്റ് പോകുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അന്ന് വണ്ടി എടുത്തിങ്ങനെ ഇറങ്ങുവാണ്. ഇന്ന സ്ഥലത്ത് പോണം എന്നൊക്കെ ഉണ്ട്. ചിലപ്പം ആ ഒരു കറക്റ്റ് സ്ഥലത്ത് തന്നെ പോവും, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുന്നേ, കണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കുമല്ലോ ഏട്ടാ. വീട്ടിൽ ചിലപ്പോ കൊച്ചോടിക്കും അവളെ കൂട്ടാത്തേന്. അങ്ങനെ ഏകദേശം ഒരു 11:45 ആയപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത സ്ഥലത്തെത്തി. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ബോട്ട് ജെട്ടിയിലേക്ക് ചെന്ന സമയത്ത് അവിടെ നിന്നൊരു ഗവൺമെന്റ് ബോട്ട് സർവീസ് കുമരകത്ത് നിന്ന് മുഹമ്മയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് കയറി കേട്ടോ. അപ്പോൾ കുമരകം ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലും അതുപോലെ മുഹമ്മ എന്ന് പറയുന്നത് ആലപ്പി ഡിസ്ട്രിക്റ്റുമാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയറുന്നത്. അപ്പൊ അതിൻ്റെതായ നല്ല എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ബാക്കിലായിട്ട് 2 ചെക്കന്മാര്, ഫ്രണ്ടിൽ ഒരു ആന്റി, പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സീറ്റൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. മുൻവശത്തായിട്ട് കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു തോന്നും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് തിരിച്ച് മുഹമ്മദ് നിന്നും കുമരകത്തേക്കും ഒരു ബോട്ട് സർവീസ് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ അടുത്ത വെച്ചിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുമരകം ടു മുഹമ്മ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 16 രൂപയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ 32 രൂപ കേട്ടോ. അങ്ങോട്ട് 32, ഇങ്ങോട്ട് 32 അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലായിരുന്നു, സൈഡിലെ സീറ്റിലൊന്നും ആൾക്കാരൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കായിരുന്നു പാതിരാമല എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ് കേട്ടോ. ആ ഒരു ഐലൻഡിലേക്ക് പോകാനായിട്ട് സ്പെഷ്യൽ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് യൂസ് ചെയ്തില്ല. ഞങ്ങൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് അടുത്ത ബോട്ടിൽ കയറി തിരിച്ചും വരുവാണ് കേട്ടോ ചെയ്തത്. ഇതിനുള്ളിൽ അപ്പർ ബെർത്തിലായിട്ട് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കവറിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും കയറിയ സമയത്ത് തന്നിട്ടില്ലായിരുന്നു. ഇനി മുങ്ങിച്ചാവാൻ നിർത്തി ഒരു തരത്തിലുള്ള ഒന്നും അറിയത്തില്ല. കുറെ തൊട്ടികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. മിക്കവാറും ബോട്ടിൽ വെള്ളം കയറുമ്പോൾ കോരി കളയാനായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ എന്തുവാണ് വേസ്റ്റ് ഇടാനുള്ള ഒരു ബോക്സും കാര്യങ്ങളും പിന്നെ എന്തൊക്കെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും മുഹമ്മ ഞങ്ങൾ ലാൻഡ് ചെയ്യാറായി. എത്താറായ സമയത്ത് അത് മനസ്സിലാക്കിയ ചേട്ടന്മാരും അങ്കിളമാരും എല്ലാവരും അവരുടെ സ്കൂട്ടിയും ബൈക്കും ഒക്കെ എടുത്ത് ഇങ്ങനെ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അധികം താമസിയാതെ ഒരു 45 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്തോടു കൂടി നമ്മൾ ഇതേ മുഹമ്മയിലേക്ക് ലാൻഡ് ചെയ്തു. ചെന്നിറങ്ങിയ ഉടനെ ഞങ്ങൾ ആദ്യം തിരക്കിയത് ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എവിടെയുണ്ടെന്നാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ബോട്ടിലെ ജീവനക്കാരുടെ അടുത്താണ് കേട്ടോ ആദ്യം ചോദിച്ചത്. അപ്പൊ അവര് പറഞ്ഞു ഒരു വൈദ്യരുടെ കടയോ പോച്ചിയുടെ കടയോ ഏതാണെന്ന് കറക്റ്റ് എന്ന് ഞാൻ മറന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഓട്ടോ സ്റ്റാൻഡിലെത്തി. ഒരു നിസാർ എന്ന് പറയുന്ന ചേട്ടന്റെ ഓട്ടോയാണ് കേട്ടോ കിട്ടിയത്. അപ്പം ആ ചേട്ടനെയും കൂടി ഞങ്ങൾ നേരെ ആ ഒരു കടയിലേക്കാണ് കേട്ടോ പോയത്. സ്മിത ഹോട്ടൽ എന്ന ഹോട്ടലിന്റെ പേര്. വളരെ ചെറിയൊരു ഹോട്ടലാണ്, പക്ഷെ അവിടുത്തെ ഫുഡ് നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ചോറും തോരനും ചെറിയൊരു കൂട്ടുകറിയും മാങ്ങാച്ചാറും പിന്നെ മീൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ പൊരിച്ചുമീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മീൻ വേണോ അത് നമ്മൾ ചൂസ് ചെയ്തെടുക്കാം. ഫുഡൊക്കെ
കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് മുഹമ്മ ബോട്ട് തന്നെ വന്നോട്ടോ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഗാർഡൻ ആണ് കേട്ടോ, തൊട്ടടുത്തായിട്ട് തന്നെയാണ്. അപ്പോ ഞങ്ങൾക്ക് 1:45 ബോട്ട് മിസ്സായി പോയി. ഇനി അടുത്ത് 2 മണിക്കാണുള്ളത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതുവരെ അവിടെ പോയി നിന്ന് വെയിൽ കൊള്ളേണ്ട, കുറച്ചു നേരം ഇവിടെ നിന്ന് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമായിരുന്നു. നല്ല കായൽ വ്യൂവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ക്ലീനിങ്ങിനായിട്ടൊക്കെ കുറച്ച് പേര് അവിടെ ഇവിടെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഗാർഡൻ ഏരിയയിൽ വെയിലായത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് ആരുമില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങള് ബോട്ട് അടുത്ത് വരുന്നത് വരെയും അവിടെയാണ് കേട്ടോ വെയിറ്റ് ചെയ്ത് നിന്നത്. ഞങ്ങൾ കുറച്ചു നേരം മുഹമ്മ ബോട്ട് അടുത്തുള്ള ലേക്ക് വ്യൂ കൺവെൻഷൻ സെന്ററിൽ ലേക്ക് വ്യൂ കൺവെൻഷൻ സെന്ററിലല്ല, അവരുടെ ഗാർഡന് കുറച്ചു നേരം വായി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കൊട്ട വെയിലായിരുന്നു എങ്കിലും കാണാൻ നല്ല വ്യൂ ആയതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് എടുക്കാന്ന് കരുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നോട്ടോ. അവിടെ കായലിനോട് ചേർന്ന് ഒരു ഈശോയുടെ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചു നേരം അവിടേക്ക് നിന്ന് തൊഴു. അതും കൊട്ട വെയിലത്താണെന്ന് ഓർക്കണം. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഓട്ടോ ചേട്ടൻ വന്നോട്ടോ. അപ്പൊ വന്ന സമയത്ത് ഞങ്ങൾക്ക് 2 ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന ആർക്ക് വേണമെങ്കിലും നിസാർ ചേട്ടന്റെ ഓട്ടോയെ സമീപിക്കാവുന്നതാണ്. നല്ല സർവീസ് ആണ് കേട്ടോ. അപ്പോൾ 2 മണിയൊക്കെ ആയതോടുകൂടി ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് വന്നു. ഇത് കുമരകത്ത് നിന്ന് മുഹമ്മയിലേക്ക് വന്ന ബോട്ടാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യാനകത്തേക്ക് കയറി. അപ്പം ലഞ്ചൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല ഉറക്കത്തിന്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുമരകം എത്താറായ സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ബോട്ട് സവാരിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് കാഞ്ഞിരമറ്റം ചാലകപ്പാറ വഴി, കറക്റ്റ് സ്ഥലത്തിന്റെ പേര് മറന്നുപോയി, എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് കേട്ടോ. ഇത് അവരുടെ വീടിന്റെ ബാക്ക് സൈഡിലാണ്. ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് പ്രവീൺ ആണനും പിന്നെ എന്റെ ഹസ്ബൻഡും കേട്ടോ ഈ നിൽക്കുന്നത്. അപ്പൊ അവരുടെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വലിയ കുളം കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെള്ളമൊന്നുമില്ല, ഉണക്കായതുകൊണ്ട്. അപ്പൊ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് കുറച്ച് ചായയും കടിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു പുറത്തൊന്ന് കറങ്ങാൻ പോവാം. സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു എങ്കിലും വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് കേട്ടോ എന്റെ ഫ്രണ്ട് അനീഷ. ഇത് അവരുടെ മൂത്ത മകൾ ശ്രേയക്കുട്ടി. ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ, ശ്രദ്ധക്കുട്ടി. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പോയത് റാന്തൽ ഹൗസ് എന്ന് പറയുന്നൊരു റെസ്റ്റോറന്റിലേക്കാണ് കേട്ടോ. രാവിലെ ആയപ്പോൾ ഞങ്ങൾ തിരികെ പോകാനായിട്ട് റെഡി ആയിട്ടോ. ഇനി നേരെ പോകുന്നത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്, പെരുമ്പാവൂരാണ് കേട്ടോ. അപ്പോൾ അനീഷയുടെ മോള് ഇതുപോലെ സ്കേറ്റിംഗ് പഠിക്കുന്നുണ്ട്. കുഞ്ഞ് കുറേ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ, പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറച്ച് ട്രെയിൻ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം അനീഷ ഇപ്പോൾ 1 മന്ത് വെക്കേഷന് നാട്ടിൽ വന്നിട്ടുള്ളതാണ് കുവൈറ്റിൽ നിന്ന്. അതുകൊണ്ട് അതിന്റെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ സ്കേറ്റിംഗ് അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല, അത് കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. മാത്രമല്ല അടുത്തുള്ള ഒരു ബെല്ലൈക്കൻ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.